AC through a capacitor. Consider a circuit containing a capacitor. We are applying an alternating voltage V equals V0 sin omega t to the circuit. Question is V is equal to V0 sin omega t. Question 1. We are going to find out what will be the current when we apply the alternating voltage to this capacitive circuit. ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ ഐയും വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? I is equal to dq by dt. Qന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? CV എന്ന് എഴുതുക. Q is equal to CV ആണ്. You take C outside. C into dV by dt. Now you substitute V is equal to V0 sin omega t. C into d by dt of V0 sin omega t. V0 നെ ഡിഫറൻഷ്യലിന്റെ പുറത്തേക്ക് എടുക്കുക, sin omega t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. C V0 into sin omega t ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? ഒമേഗ cos omega t ആണ്. നമ്മൾ C ഒമേഗയെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. V0 divided by 1 by C omega cos omega t. നമ്മൾ എന്താ ചെയ്തത്? ഈ ഒമേഗ C എന്നുള്ള ടേമിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയതാണ്. We will get I is equal to V0 by 1 by C omega cos omega t. നമുക്ക് വോൾട്ടേജ് കിട്ടിയത് സൈനിലാണ്, കറണ്ട് നമുക്ക് കിട്ടിയത് കോസിലുമാണ്. നമ്മൾ ഈ കോസിനെ സൈനിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. cos omega t എന്ന് പറഞ്ഞാൽ sin omega t plus pi by 2 ആണ്. So you will get I equals V0 by 1 by C omega sin omega t plus pi by 2. ഞാൻ അതിന് ഇക്വേഷൻ A എന്ന് എഴുതി. Now I am going to write Ohm's law. I is equal to V by R. ഞാൻ അതിന് ഇക്വേഷൻ B എന്ന് എഴുതി. എയും ബി ഒന്ന് കമ്പയർ ചെയ്താലോ? ഐന്റെ സ്ഥാനത്ത് ഐ ഉണ്ട്, വിന്റെ സ്ഥാനത്ത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്, വിന്റെ സ്ഥാനത്ത് V0 sin omega t plus pi by 2 ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ആറിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 1 by C omega. Then we can say that 1 by C omega is the resistance offered by the capacitance to the alternating current. കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയുക, ഡിനോട്ട് ചെയ്യുക XC എന്നാണ്. അപ്പൊ നമുക്ക് പറയാം 1 by C ഒമേഗ എന്ന് പറയുന്നത് കപ്പാസിറ്റർ കറന്റിനെതിരെ കൊടുക്കുന്ന റിയാക്ടൻസ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ഡിനോട്ടഡ് ബൈ XC. അപ്പൊ നമ്മൾ ഇക്വേഷൻ എയിൽ 1 by C ഒമേഗന്റെ സ്ഥാനത്ത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I is equal to V0 by XC sin omega t plus pi by 2. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ആണ്. V0 എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. അപ്പൊ മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ആണ്. സോ യു വിൽ ഗെറ്റ് I equals I0 sin omega t plus pi by 2. നമ്മളെ ഇക്വേഷൻ 1 അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്ത ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എത്രയായിരുന്നു? V is equal to V0 sin omega t. നമുക്ക് കിട്ടിയ കറണ്ട് എത്രയാണ്? I is equal to I0 sin omega t plus pi by t. 1 ഉം 2 ഉം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾട്ടേജിനേക്കാൾ pi by 2 ആംഗിൾ മുന്നിലാണ് കറണ്ട്. So we can say voltage lag the current by a phase angle pi by 2 or the phase angle phi is equal to pi by 2. So for a circuit containing capacitor, what is the relation between V and I? The voltage lag the current by a phase angle pi by 2, or you can say the current lead the voltage by a phase angle pi by 2. We are going to represent graphically the variation of V and I for an AC circuit containing capacitor only. നമ്മൾ ആദ്യം വോൾട്ടേജ് റിപ്രസെന്റ് ചെയ്യാൻ പോവാണ്. വോൾട്ടേജ് V is equal to V0 sin omega t. omega t 0 ആകുമ്പോൾ sin 0 0 ആണ്, വോൾട്ടേജ് 0. omega t pi by 2 ആകുമ്പോൾ sin pi by 2 1 ആണ്, ഇപ്പോൾ V is equal to V0. omega t pi ആകുമ്പോൾ വീണ്ടും വോൾട്ടേജ് 0. omega t 3 pi by 2 ആകുമ്പോൾ sin 3 pi by 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, ഇപ്പോൾ V is equal to minus V0 ആണ് വരിക. ഇതാണ് പോയിന്റ്. വീണ്ടും sin 2 pi 0 ആണ്, അപ്പോൾ വോൾട്ടേജ് 0 വരും. സോ അപ്പോൾ വോൾട്ടേജ് ഈസ് റിപ്രസെന്റഡ് ബൈ ദിസ് ഗ്രാഫ്. ഇനി നമ്മൾ
കറണ്ട് റിപ്രസെന്റ് ചെയ്യാൻ പോവാണ്. കറണ്ട് ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് വരുന്നത് I is equal to I0 sin omega t plus pi by 2 ആണ്. നമുക്ക് sin omega t plus pi by 2 നെ cos omega t എന്ന് എഴുതാം ഗ്രാഫ് വരയ്ക്കാനുള്ള എളുപ്പത്തിന്. ആദ്യം omega t 0 ആണ്, cos 0 1 ആണ്. അപ്പോൾ I is equal to I0. പിന്നെ omega t pi by 2 cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. Y is equal to 0. ഇതാണ് പോയിന്റ് വരിക. പിന്നെ omega t is equal to pi. cos pi എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ I is equal to minus I0. ഇതാണ് പോയിന്റ് വരിക. 3 pi by 2 ആകുമ്പോൾ വീണ്ടും കറണ്ട് 0. cos 2pi എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ I is equal to I0. നമ്മൾ കറണ്ടിന്റെ റിലേഷൻ ഗ്രാഫ് ഈ രീതിയിലാണ് വരിക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ട് മാക്സിമത്തിലാണ്. വോൾട്ടേജ് മാക്സിമത്തിലേക്ക് എത്തുമ്പോഴേക്കും കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0ലേക്കായി. വോൾട്ടേജ് 0ൽ വരുമ്പോഴേക്കും കറണ്ട് നെഗറ്റീവിലേക്ക് പോയി. വോൾട്ടേജ് നെഗറ്റീവിൽ വരുമ്പോഴേക്കും കറണ്ട് 0ലേക്ക് വന്നു. വോൾട്ടേജ് 0ലേക്ക് വരുമ്പോഴേക്കും കറണ്ട് മാക്സിമത്തിലേക്ക് പോയി. അപ്പോൾ ഓരോ സ്റ്റേജിലും കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ആംഗിൾ മുന്നിലാണ്. സോ വി സേ ദാറ്റ് ഫോർ എ കപ്പാസിറ്റർ കറണ്ട് ലീഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ π/2. അല്ലാതെ ഇങ്ങനെയും പറയാം വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ എ ഫേസ് ആംഗിൾ π/2. നമ്മൾ ഇൻഡക്ടറിന്റെയും റെസിസ്റ്ററിന്റെ ഒക്കെ കേസിൽ പറഞ്ഞതുപോലെ വിയും ഐയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഫേസർ ഡയഗ്രാം വെച്ചിട്ടും റിപ്രസെന്റ് ചെയ്യാം. This is the phasor diagram for an AC circuit containing a capacitor. നമ്മൾ എക്സ് ആക്സിസിൽ കറണ്ട് എടുത്തു. നമുക്കറിയാം വിയും ഐയും തമ്മിലുള്ള റിലേഷൻ 90 ഡിഗ്രിയാണ്, π/2 ആണ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് മൈനസ് വൈ ആക്സിസിലും വരയ്ക്കാം, പ്ലസ് വൈ ആക്സിസിലും വരയ്ക്കാം. രണ്ട് കേസിലും ആംഗിൾ π/2 വരിക. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വോൾട്ടേജ് മൈനസ് വൈ ആക്സിസിൽ എടുത്തത്? നമുക്കറിയാം ഫേസർ ഈസ് റൊട്ടേറ്റിംഗ് ആന്റി ക്ലോക്ക് വൈസ്. ഫേസർ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ വോൾട്ടേജ് ഇവിടെയാണ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് ഈസ് അഹെഡ് ഓഫ് ദ കറന്റ് ബൈ എ ഫേസ് ആംഗിൾ π/2. ഫേസർ റൊട്ടേറ്റ് ചെയ്യുക ആന്റി ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിലാണ്. വോൾട്ടേജ് നമ്മൾ ഇവിടെയാണ് എടുത്തത് എങ്കിൽ വോൾട്ടേജ് വിൽ ബി അഹെഡ് ഓഫ് ദ കറന്റ്. പക്ഷെ നമുക്കറിയാം ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ലാഗ് കറന്റ്, വോൾട്ടേജ് ഈസ് ബിഹൈൻഡ് ദ കറന്റ് ബൈ എ ഫേസ് ആംഗിൾ π/2. നമ്മൾ കറന്റ് എക്സ് ആക്സിസിൽ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് നെഗറ്റീവ് വൈ ആക്സിസിലാണ് വരിക. നമുക്ക് ഫേസർ ഡയഗ്രാം വേറെ രീതിയിലും റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ വോൾട്ടേജ് ഇവിടെ വരച്ചു. ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ഒമേഗ ടി വിത്ത് ദ എക്സ് ആക്സിസ്. ഈ ആരോ മാർക്ക് ഇടുന്നത് ജസ്റ്റ് ടു ഷോ ദാറ്റ് ഫേസർ വിൽ ബി റൊട്ടേറ്റിംഗ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ കറന്റ് മാർക്ക് ചെയ്യണം. കറന്റും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ π/2 ആണ്. നമുക്ക് കറന്റ് ഇവിടെയും മാർക്ക് ചെയ്യാം, കറന്റ് ഇവിടെയും മാർക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് കറന്റ് ഇവിടെ മാർക്ക് ചെയ്തത്? എന്തുകൊണ്ട് കറന്റ് നമ്മൾ ഇതാ ഈ ഇവിടെ മാർക്ക് ചെയ്തില്ല? നേരത്തെ പറഞ്ഞതുപോലെ കറന്റ് ഈസ് അഹെഡ് ഓഫ് ദ വോൾട്ടേജ് and the phasor rotates in anti-clockwise direction. ഈ ഡയറക്ഷനിൽ കറന്റ് ആണ് വോൾട്ടേജിന്റെ മുന്നിൽ. സോ വി ഡ്രോ ദ കറന്റ് ഹിയർ. So this represents the phasor diagram for a AC circuit containing capacitor. We are going to see how a capacitor will behave when we pass DC through it and when we pass AC through it. ഒരു കപ്പാസിറ്റർ കറന്റിനെ റെസിസ്റ്റ് ചെയ്യുക അതിന്റെ റിയാക്റ്റൻസ് കൊണ്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് എക്സ് സി ഈക്വൽസ് 1/2π FC. ഇനി നമ്മൾ ആ കപ്പാസിറ്ററിലൂടെ ഒരു ഡി സി ആണ് കടത്തി വിടുന്നത് എങ്കിൽ യു നോ ഡി സി ദ ഫ്രീക്വൻസി ഈസ് 0. ഫ്രീക്വൻസി 0 ആവുമ്പം ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിൽ ബി ഇൻഫിനിറ്റി. സോ ഇഫ് യു ആർ പാസിംഗ് ഡി സി ത്രൂ എ കപ്പാസിറ്റർ, the capacitor will offer infinite reactance to DC. DC cannot pass through the capacitor. The capacitor will block DC. We say the capacitor will block DC. അപ്പോൾ ഇങ്ങനെയാണ് ഒരു DC യോട് capacitor behave ചെയ്യുക. Next, now we will see what happens if the supply is AC.
എ സിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. എ സിയുടെ ഫ്രീക്വൻസി ഫൈനൈറ്റ് ആണ്. ഫ്രീക്വൻസി ഫൈനൈറ്റ് ആവുമ്പോൾ കപ്പാസിറ്റർ കൊടുക്കുന്ന റിയാക്റ്റൻസും ഫൈനൈറ്റ് ആയിരിക്കും. So we can say that capacitor will allow AC to pass through it. For high frequency AC, നമ്മൾ കൊടുക്കുന്ന AC യുടെ frequency high ആണെങ്കിൽ the reactance offered by the capacitor will be low and more AC will pass through it. Low frequency AC ആണെങ്കിലോ, if the frequency of AC is low, the reactance offered by the capacitor will be high. അപ്പോൾ കുറച്ച് AC മാത്രമേ അതിലൂടെ കടന്നു പോകുള്ളൂ. In short, capacitor will block DC and the capacitor will allow AC to pass through it. A 60 microfarad capacitor is connected to 110 volt 60 Hz AC supply. Determine the RMS value of current in the circuit. നമുക്ക് ആദ്യം എന്തൊക്കെയാ തന്നെന്ന് നോക്കാം. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 60 മൈക്രോ എന്ന് പറയുമ്പോൾ 60 into 10⁻⁻⁶ ഫാരഡ്. 110 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ VRMS ആണ്. So you can write VRMS equals 110 volt. Frequency F equals 60 Hz. You are asked to find IRMS. Ohm's law അനുസരിച്ചിട്ട് കറണ്ട് I is equal to V by R ആണ്. ഇവിടെയുള്ള സർക്യൂട്ട് കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് XC ആണ്. So you have to write IRMS equals VRMS by XC. XC ന്റെ വാല്യൂ 1 by omega C ആണ്. So you'll get IRMS equals omega C into VRMS. ഒമേഗയ്ക്ക് പകരം നമുക്ക് 2 pi f എന്ന് എഴുതാം. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get IRMS equals 2.49 ampere. An electric lamp is connected in series with a variable capacitor. What happens if the source is DC? ഈ സർക്യൂട്ട് നോക്കി നമുക്ക് കാണാം, ഒരു ബൾബും ഒരു കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ട് ആണ്. ബൾബ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് സർക്യൂട്ട് ഈസ് ഈക്വലന്റ് ടു ആൻ RC സർക്യൂട്ട്. RC സർക്യൂട്ട് എന്നാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ വിളിക്കുക. നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഒരു DC കണക്ട് ചെയ്താൽ ബൾബ് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ബൾബിലേക്ക് കറണ്ട് എത്തുക കപ്പാസിറ്ററിലൂടെയാണ്. നമുക്കറിയാം DCക്ക് ഫ്രീക്വൻസി 0 ആണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ കൊടുക്കുന്ന റിയാക്റ്റൻസ് XC ഇൻഫിനിറ്റി ആണ്. DC will not flow through capacitance. അപ്പോൾ കപ്പാസിറ്റൻസിലൂടെ DC കടന്നു പോവില്ല, ബൾബിലേക്ക് കറണ്ട് എത്തൂല, the bulb will not glow. രണ്ടാമത്തത്, what happens if the source is AC? ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് കപ്പാസിറ്റൻസ് ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ACക്ക് കൊടുക്കും. AC കപ്പാസിറ്ററിലൂടെ കടന്നുപോയി ബൾബിലേക്ക് എത്തും, the bulb will glow. What happens when the capacitance is decreased? നമുക്കറിയാം കപ്പാസിറ്റൻസിലൂടെയാണ് AC ബൾബിലേക്ക് എത്തുക. Capacitance will offer a resistance XC equals 1 by 2 pi FC. When C decreases, XC increases. Capacitance AC യെ കൂടുതലായിട്ട് റെസിസ്റ്റ് ചെയ്യും. ബൾബിലേക്ക് എത്തുന്ന AC കുറയും, ബൾബിന്റെ ഗ്ലോ കുറയും. What happens when a dielectric is introduced into the capacitor? കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഉള്ളിലേക്ക് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചാൽ കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. When capacitance increases, the reactance XC will decrease. ACക്കെതിരെ കൊടുക്കുന്ന റിയാക്റ്റൻസ് കുറയുമ്പോൾ കൂടുതൽ AC ബൾബിലേക്ക് എത്തും. കൂടുതൽ കറണ്ട് ബൾബിലേക്ക് എത്തിയാൽ the brightness of the bulb will increase. We have discussed the relation between voltage and current for a circuit containing only resistor, for a circuit containing only capacitor, and for a circuit containing only an inductor. Now we are going to discuss the relationship between V and I for a series LCR circuit. A series LCR circuit consists of an inductor, capacitor, and resistor connected in series to an alternating voltage given by V is equal to V0 sin omega t. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V ആണ്. അതിൽ നിന്നും VR എന്നുള്ള വോൾട്ടേജ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. VL എന്നുള്ള വോൾട്ടേജ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് വരും. VC എന്നുള്ള വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരും. Then how will you
relate the voltage V with VR, VL and VC. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ LCR സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. In the case of a resistance, the voltage VR and the current I are in phase. For an inductor, the voltage VL lead the current by a phase angle pi by 2. And for a capacitor, the voltage VC lag the current by a phase angle pi by 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുക? കറന്റ് I എക്സ് ആക്സിസിൽ എടുത്തോ. ഒരു റെസിസ്റ്ററിന്റെ കേസിൽ VR-ഉം I-യും ഫേസിലാണ്. So VR will be drawn along the x-axis. The voltage VL across the inductor is ahead of the current by a phase angle pi by 2. So VL will be taken along the positive y-axis. ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ് the voltage VC lag the current by a phase angle pi by 2. അപ്പോൾ VC നമ്മൾ എടുക്കുക നെഗറ്റീവ് y-ആക്സിസിലാണ്. അപ്പോൾ ഒരു LCR സർക്യൂട്ടിന്റെ കേസിലുള്ള ഫേസർ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ what will be the resultant voltage? നമ്മൾ കണ്ടു VL-ഉം VC-യും VR-ഉം നമ്മൾ വരച്ചു. ഈ മൂന്ന് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് എന്താ വരിക? ആദ്യം നമ്മൾ VL-ന്റെയും VC-യുടെയും റിസൾട്ടന്റ് എടുക്കുക. VL മുകളിലേക്കും VC താഴേക്കുമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ what will be the resultant of VL and VC? നമുക്ക് കിട്ടുക VL minus VC എന്നാണ്. ഒന്ന് മുകളിലേക്കും VC താഴേക്കും. So the resultant is VL minus VC. അപ്പോൾ VL minus VC ഇങ്ങോട്ടാണ്, VR ഇങ്ങോട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ VL minus VC-ന്റെയും VR-ന്റെയും റിസൾട്ടന്റ് എന്താ വരിക? നമ്മൾ പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കി അതിന്റെ റിസൾട്ടന്റ് വരയ്ക്കും. So you will get the resultant voltage V across the LCR circuit equals എന്താ വരിക? root of VR square plus VL minus VC the whole square. എന്നോട് പറയാണ് the resultant voltage V equals root of VR square plus VL minus VC the whole square. നമുക്കിത് കിട്ടുന്നത് ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ്. VR എന്ന് പറഞ്ഞാൽ I into R ആണ്. VL എന്ന് പറഞ്ഞാൽ I into XL ആണ്. VC എന്ന് പറഞ്ഞാൽ I into XC-യും. എല്ലാത്തിനും I പുറത്തേക്ക് എടുത്താൽ V is equal to I into root of R square plus XL minus XC the whole square. അങ്ങനെയാണെങ്കിൽ what is V by I? V by I എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. എന്തിന്റെ റെസിസ്റ്റൻസ്? LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ്. LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ഇംപിഡൻസ് എന്നാണ് പറയുക. ഡിനോട്ട് ചെയ്യുക Z എന്ന ലെറ്റർ കൊണ്ടാണ്. ഒരു റെസിസ്റ്ററിനെ നമ്മൾ റെസിസ്റ്റർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക റെസിസ്റ്റൻസ് എന്നാണ്. ഒരു ഇൻഡക്ടർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. ഒരു കപ്പാസിറ്റർ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. ഡിനോട്ട് ചെയ്യുക XC. ഒരു LCR സർക്യൂട്ട് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക ഇംപിഡൻസ് Z എന്നാണ്. അപ്പോൾ ഇംപിഡൻസ് സെറ്റിന്റെ വാല്യൂ എന്താ വരിക? Z is equal to root of R square plus XL minus XC the whole square. ഇനി ഈ ഫേസർ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വോൾട്ടേജ് വിയും കറന്റ് ഐയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ ഫൈ ആണ്. ഫൈന്റെ വാല്യൂ എങ്ങനെയാ കാണുക? tan phi equals opposite side by adjacent side. VL minus VC by VR. VL എന്ന് പറഞ്ഞാൽ I into XL, VC എന്ന് പറഞ്ഞാൽ I into XC, VR എന്ന് പറഞ്ഞാൽ I into R. എല്ലാത്തിനും I പുറത്തേക്ക് എടുക്കുക, കട്ടായി പോകും. So we'll get tan phi equals XL minus XC by R, or tan phi equals omega L minus 1 by omega C by R. ഇനി ഈ ഫേസർ ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ കറണ്ടിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കുക. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 1 V is equal to V0 sin omega t. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വോൾട്ടേജ് കറണ്ടിനേക്കാൾ ഫൈ ആംഗിൾ മുന്നിലാണ്. തിരിച്ചു പറഞ്ഞാൽ കറന്റ് വോൾട്ടേജിനേക്കാൾ ഫൈ ആംഗിൾ പിന്നിലാണ്. അങ്ങനെയാണെങ്കിൽ you can write the instantaneous current I equals I0 sin omega t minus phi, where phi is the phase difference between V and I. ഇക്വേഷൻ 1 നോക്കിയാൽ V is equal to V0 sin omega t.
from equation 2 I is equal to I0 sin omega t minus phi, the voltage lead the current by a phase angle phi. From the phasor diagram, it is clear that voltage is ahead of the current by a phase angle phi. Phi ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. tan phi equals omega L minus 1 by omega c by r. ഈ ഇക്വേഷനിൽ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ആണ്. ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ V0 by Z എന്നാണ് വരിക. Z is the impedance of the LCR circuit. For an LCR circuit, current I is equal to V by Z. Maximum current I0 equals V0 by Z. So we have derived the relationship between V and I for an LCR circuit. And then the result V is equal to V0 sin omega t, I is equal to I0 sin omega t minus phi. Voltage is ahead of the current by a phase angle phi. So we have derived an expression for impedance of an LCR circuit. It is given by Z is equal to root of R square plus XL minus XC the whole square. നമുക്ക് ഒരു ഇംപിഡൻസ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഈ ഇംപിഡൻസ് ട്രയാങ്കിൾ നമ്മൾ വരച്ചത് ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ്. ഫേസർ ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ നമ്മൾ V ആയിരുന്നു കൊടുത്തത്, ഇവിടെ VR, ഇവിടെ VL മൈനസ് VC. V എന്ന് പറഞ്ഞാൽ I ഇൻറ്റു Z ആണ്, VR എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ആണ്, VL മൈനസ് VC എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XL മൈനസ് XC ആണ്. എല്ലാത്തിനും I മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ Z വരും, ഇവിടെ R വരും, ഇവിടെ XL മൈനസ് XC വരും. ഈ ഡയഗ്രത്തിനാണ് നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. The impedance of the LCR circuit can be represented by impedance triangle. From this diagram we have tan phi equals ഒന്നെങ്കിൽ XL minus XC by R എന്ന് എഴുതാം, അല്ലെങ്കിൽ omega L minus 1 by omega C divided by R. നമുക്ക് ഒരു LCR സർക്യൂട്ടിന്റെ 3 കേസുകൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് if omega L greater than 1 by omega C. എന്താ അതിന്റെ അർത്ഥം? ഒരു LCR സർക്യൂട്ടിലെ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ tan phi will be positive. അല്ലേ? ഒമേഗ എൽ 1 by ഒമേഗ സിയേക്കാൾ കൂടുതലാണെങ്കിൽ tan phi പോസിറ്റീവ് ആയിരിക്കും, phi പോസിറ്റീവ് ആയിരിക്കും. phi പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം വരിക. നിങ്ങൾക്ക് നോക്കിയാൽ പറയാൻ പറ്റും V ലീഡ്സ് I by a phase angle phi. അങ്ങനത്തെ LCR സർക്യൂട്ടിനെ നമ്മൾ ഇൻഡക്റ്റൻസ് ഡോമിനേറ്റഡ് LCR സർക്യൂട്ട് എന്നാണ് പറയാം. If omega L is less than 1 by omega C, ഒരു LCR സർക്യൂട്ടിലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനേക്കാൾ കൂടുതലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ tan phi നെഗറ്റീവ് ആ വരിക. tan phi നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ phi നെഗറ്റീവ് ആണ്. phi നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസർ ഡയഗ്രം എങ്ങനെയാ വരിക? ഈ ഫേസർ ഡയഗ്രം നിങ്ങൾക്ക് പറയാൻ പറ്റും കറന്റ് I ലീഡ് V by a phase angle phi. തിരിച്ചു പറഞ്ഞാൽ V ലാഗ് I by a phase angle phi. അങ്ങനത്തെ സർക്യൂട്ടിനെ നമ്മൾ കപ്പാസിറ്റൻസ് ഡോമിനേറ്റഡ് സർക്യൂട്ട് എന്നാ പറയുക. ഇനി മൂന്നാമത്തെ കേസ്, ഒരു LCR സർക്യൂട്ടിലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും സെയിം ആണെങ്കിലോ, സെയിം ആണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ tan phi equal 0, phi is equal to 0. phi 0 എന്ന് പറഞ്ഞാൽ വിയും ഐയും ഫേസിലാണ്. ഇത് എന്തിന്റെ ഫേസർ ഡയഗ്രം ആണ്? ഇതൊരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രം ആണ്. This is the phasor diagram of a circuit containing only resistance. So for an LCR circuit, if the inductive reactance equals the capacitive reactance, the LCR circuit will behave as a pure resistive circuit. അപ്പോൾ ഇങ്ങനെ 3 കേസുകൾ നമുക്ക് LCR സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. A bulb is connected in series with a solenoid to a DC line. The lamp glow brightly. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ബൾബ് ഒരു ഇൻഡക്ടർ വഴി DC യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ബൾബ് ഗ്ലോ ചെയ്യുന്നു.
അപ്പോൾ ഡി സി ബൾബിലേക്ക് എത്തണമെങ്കിൽ അത് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്തിട്ടാണ് എത്തുക. We know that DC has no frequency. F is equal to 0. The inductive reactance XL equals 2 pi FL എന്നാണ്. F 0 ആയതുകൊണ്ട് XL ന്റെ വാല്യൂ 0 ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇൻഡക്ടർ will not oppose DC. The whole DC will reach the bulb and the bulb will glow brightly. ആദ്യത്തെ ചോദ്യം, what happens when iron core is inserted into the solenoid? We know that when an iron core is inserted into the solenoid, the inductance L increases. L increase ചെയ്യുമ്പോൾ inductive reactance XL will increase. പക്ഷെ ഇവിടെ അതിന് പ്രസക്തി ഇല്ല. കാരണം for DC the inductive reactance XL is equal to 0. അപ്പോൾ ഇൻഡക്റ്റൻസ് L കൂടിയാലും XL മാറ്റുന്നില്ല, കാരണം XL 0 ആണ്. Full DC will reach the bulb and the brightness will remain the same. രണ്ടാമത്തെ ചോദ്യം, what happens if the line is AC? DC ക്ക് പകരം AC കൊടുത്താൽ AC has a frequency, so there will be an inductive reactance XL. The inductor will offer a reactance XL to this AC. മുഴുവൻ ACയും ബൾബിലേക്ക് എത്തില്ല, so the brightness of the bulb will reduce. മൂന്നാമത്തെ ചോദ്യം, what happens when the iron core is inserted? When iron core is inserted into the solenoid, the inductance L increases. From this equation, when L increases, inductive reactance XL increases. AC ക്ക് എതിരെ ഇൻഡക്ടർ കൊടുക്കുന്ന റിയാക്ടൻസ് കൂടും. അപ്പോൾ ബൾബിലേക്ക് എത്തുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ACയുടെ വാല്യൂ കുറയും, ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയും. A bulb and capacitor are connected in series to an AC source. How will the brightness of the bulb change on increasing the frequency of AC? A bulb and a capacitor is connected in series to an AC source. അപ്പോൾ AC ബൾബിലേക്ക് എത്തുക കപ്പാസിറ്റൻസിലൂടെയാണ്. ബൾബ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് സർക്യൂട്ട് ഈസ് എൻ RC സർക്യൂട്ട്. ബൾബിലേക്ക് AC എത്തുക കപ്പാസിറ്ററിലൂടെയാണ്. നിങ്ങൾക്കറിയാം കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് XC ഈക്വൽസ് 1/2 pi FC. ACയുടെ ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റർ കൊടുക്കുന്ന റിയാക്ടൻസ് കുറയും. റിയാക്ടൻസ് കുറയുമ്പോൾ ബൾബിലേക്ക് എത്തുന്ന കറണ്ട് കൂടും. സോ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് വിൽ ഇൻക്രീസ്. റെസിസ്റ്റൻസ് 1000 ohm, ഇൻഡക്റ്റൻസ് 100 Henry and capacitance 1 microfarad are connected in series with an AC 50 Hz 220 volt. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? Resistance R equals 1000 ohm. Inductance L equals 100 Henry. Capacitance 1 microfarad ആണ്. ഇതിനെ ഫാരഡ് ആക്കുക. C is equal to 1 into 10 raised to minus 6 farad. Frequency F is equal to 50 Hz. Then VRMS ആണ് തന്നിരിക്കുന്നത്. VRMS equals 220 volt. നമുക്ക് F കിട്ടിയാൽ ഒമേഗ കാണാൻ പറ്റും. ഒമേഗ ഈക്വൽസ് 2 pi F ഈക്വൽസ് 2 into 3.14 into 50 എന്ന് പറഞ്ഞാൽ 314 എന്നാണ് വരിക. നമ്മളോട് ചോദിച്ചത് ഇമ്പിഡൻസ് കാണാനാണ്. ഇമ്പിഡൻസിന്റെ ഫോർമുല ഇതാ, സെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് ഒമേഗ L മൈനസ് 1/ωc ദ ഹോൾ സ്ക്വയർ. എല്ലാ ടേംസും കൂടെ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 3040 ohm. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ കറന്റ് IRMS ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, AC യിൽ നമ്മൾ മെഷർ ചെയ്യുക IRMS ആണ്. AC യിൽ 220 വോൾട്ട് എന്ന് പറയുകയാണെങ്കിൽ തരുന്നത് VRMS ആണ്. അപ്പോൾ നമുക്ക് IRMSന്റെ ഫോർമുല I is equal to V/R എന്നാണ്. ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ I is equal to V/Z എന്നാ വരിക. IRMS equals VRMS/Z എന്നാ വരിക. VRMS തന്നിട്ടുണ്ട് 220 വോൾട്ട്. വീട്ടിലെ സപ്ലൈക്ക് VRMS എന്നാ പറയാ. 220/3040 equals 0.0724 ആംപിയർ എന്ന് കിട്ടും. Now what is the PD across each element? ഒരു LCR സർക്യൂട്ടിൽ 3 എലമെന്റ് ആണുള്ളത്, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ്. അപ്പോൾ VR എന്താണെന്നാണ് ചോദ്യം. VR is equal to I into R. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 72.4 വോൾട്ട് എന്ന് കിട്ടും. VL വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് I into XL ആണ്. ദാറ്റ് ഇസ് I into ഒമേഗ L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 22.73 വോൾട്ട്. ആൻഡ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് I into XC ആണ്.
I into 1 by omega C. Value substitute ചെയ്താൽ 230.6 volt. An electric lamp runs at 80 volt and consumes 10 ampere. It is connected to an AC of 100 volt 50 Hz. Calculate the inductance of choke required. പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബൾബ് എ സിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് എന്താണ്? ചോക്ക് എന്ന് പറഞ്ഞാൽ കോയിൽ അല്ലെങ്കിൽ ഇൻഡക്ടർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ബൾബ് എ സിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡക്ടർ വഴിയാണ്. സി ദ ഫിഗർ. ബൾബ് എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ബൾബ് എ സിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ത്രൂ ആൻ ഇൻഡക്ടർ. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ടിനെ ഒരു LR സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ആൻ LR സർക്യൂട്ട്. ഇനി എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ബൾബ് കൺസ്യൂം ചെയ്യുന്ന വോൾട്ടേജ് V is equal to 80 വോൾട്ട്. ബൾബ് കൺസ്യൂം ചെയ്യുന്ന കറന്റ് I is equal to 10 ആംപിയർ. നമ്മൾ എത്ര കറന്റ് ആണ് ബൾബിലേക്ക് കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് IRMS, നമ്മൾ കൊടുക്കുന്ന കറന്റിന് IRMS എന്നാ പറയാ, AC കറന്റിന് IRMS എന്നാ പറയാ. അപ്പൊ ബൾബ് കൺസ്യൂം ചെയ്യുന്ന കറന്റും നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റും സെയിം ആണ്. സോ യു ക്യാൻ റൈറ്റ് I equals IRMS equals 10 ആംപിയർ. നമ്മൾ എത്ര ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് ബൾബിലേക്ക് കൊടുക്കുന്നത്? 100 വോൾട്ട്. സോ യു ക്യാൻ റൈറ്റ് VRMS equals 100 വോൾട്ട്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് VRMS എന്നും സപ്ലൈ കറന്റ് IRMS എന്നുമാണ് എഴുതുക. അപ്പോൾ VRMS equals 100 വോൾട്ട്. AC യുടെ ഫ്രീക്വൻസി 50 Hz. അപ്പോൾ അതിൽ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗ ഈക്വൽസ് 2πf. 2 into 3.14 into 50 എന്ന് പറഞ്ഞാൽ 314. You have to find the value of L. നമ്മൾ ആദ്യം ബൾബിന്റെ റെസിസ്റ്റൻസ് കാണാൻ പോവാണ്. ബൾബ് കൺസ്യൂം ചെയ്യുന്ന വോൾട്ടേജ് 80ഉം ബൾബ് കൺസ്യൂം ചെയ്യുന്ന കറന്റ് 10ഉം ആണെങ്കിൽ what will be the resistance? R is equal to V by I. That is equal to 80 by 10 equals 8 ohm. നമ്മൾ ഈ LR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് കാണാൻ പോവാണ്. നമ്മൾ പറഞ്ഞതാണ് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആകുമ്പോൾ ഇപ്പൊ LCRോ LRോ RCയോ LC സർക്യൂട്ട് ഒക്കെ ആണെങ്കിൽ, ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിൽ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ഇംപിഡൻസ് എന്ന് പറയാം. ഒരു LR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് വരിക Z is equal to VRMS by IRMS. VRMS 100 volt, IRMS 10 ampere. So you will get Z is equal to 10 ohm. ഒരു LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് കാണാനുള്ള ഫോർമുല എന്താ? ഒരു LCR സർക്യൂട്ടിന്റെ Z is equal to root of R square plus omega L minus 1 by omega square. അല്ലേ? ഇവിടെ LR മാത്രമേ ഉള്ളൂ, C ഇല്ല. C ഇല്ലാത്തതുകൊണ്ട് 1 by omega C ഒഴിവാക്കിയാൽ ഈ LR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് കിട്ടും. Z is equal to root of R square plus omega L the whole square. C ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 by omega C ഒഴിവാക്കി. So this is the expression for impedance of an LR circuit. Z ന്റെ വാല്യൂ 10, R ന്റെ വാല്യൂ 8 ohm, ഒമേഗയുടെ വാല്യൂ 314. By substituting the values you will get the value of L. L ന്റെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ വരിക L is equal to 0.019 Henry.